ഹായ്, നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഫോൺ, നിങ്ങളിരിക്കുന്ന ഈ മുറി, നിങ്ങളുടെ ഈ ജീവിതം മുഴുവൻ ഇതെല്ലാം യഥാർത്ഥമല്ലെങ്കിൽ നമ്മളൊരു വലിയ കമ്പ്യൂട്ടർ സിമുലേഷനിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇതൊരു സിനിമയുടെ കഥയല്ല, ലോകത്തിലെ ഏറ്റവും വിചിത്രവും ചർച്ച ചെയ്യപ്പെടുന്നതുമായ തിയറീസിൽ ഒന്നാണ്. വെൽക്കം ടു വേൾഡ് സ്കോപ്പ് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് സിമുലേഷൻ തിയറിയെ കുറിച്ചാണ്. സിമുലേഷൻ തിയറി പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് എല്ലാം യഥാർത്ഥമല്ലെന്നാണ്. അതായത് ഒരു സൂപ്പർ അഡ്വാൻസ് സിമുലേഷൻ ഒരു മാസീവ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന ആശയം കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ പോലെ തോന്നും. പക്ഷേ ഈ തിയറിയെ സീരിയസ് ആയി പഠിച്ച ഫിലോസഫേഴ്സും സയന്റിസ്റ്റും ഉണ്ട്. ഒരു വീഡിയോ ഗെയിം ചിന്തിക്കൂ, GTA അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ്. ആ വീഡിയോ ഗെയിമിലുള്ള ക്യാരക്ടേഴ്സിന് അവരുടെ ലോകം റിയൽ ആയിരിക്കും, പക്ഷേ അവർക്ക് പുറത്തുള്ള പ്ലേയേഴ്സിനെ കുറിച്ച് അറിവുണ്ടാവില്ല. അവരുടെ ബിൽഡിങ്സ്, റോഡ്സ്, സ്കൈസ് എല്ലാം കോഡ് മാത്രമെന്നാണ് സിമുലേഷൻ തിയറി പറയുന്നത്. നമ്മുടെ ലോകവും അതുപോലെ ഒരു ട്രിമിലി അഡ്വാൻസ്ഡ് കോഡായിരിക്കുമെന്നാണ് 2003 നിക് ബോസ്റ്റൺ എന്ന ഫിലോസഫർ ഒരു ഫേമസ് ആർഗ്യുമെന്റ് അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് ഫ്യൂച്ചർ സിവിലൈസേഷൻ വളരെ അഡ്വാൻസ്ഡ് ആയാൽ അവർക്ക് സിമുലേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ്. അതായത് പഴയ മനുഷ്യരുടെ ജീവിതം കമ്പ്യൂട്ടറിൽ റീക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ കോടിക്കണക്കിന് സിമുലേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ റിയാലിറ്റിയിലാണെന്നതിനേക്കാൾ സിമുലേഷനിലാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് AI എത്ര വേഗത്തിൽ വളരുന്നതെന്ന് നോക്കൂ. AI വീഡിയോ, AI വോയിസസ്, AI വെർച്വൽ റിയാലിറ്റി, ഡീപ് ഫേക്ക് ടെക്നോളജി. 10 വർഷം മുമ്പ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ചില സയന്റിസ്റ്റുകൾ യൂണിവേഴ്സിനെ നോക്കുമ്പോൾ ഒരു വിചിത്ര കാര്യം കാണുന്നു. എല്ലാം മാത്തമാറ്റിക്സ് റൂൾസ് ഫോളോ ചെയ്യുന്നു. ഗ്രാവിറ്റി, ലൈറ്റ്, ഫിസിക്സ്, അങ്ങനെ പലതും. പക്ഷേ എല്ലാത്തിനും വീഡിയോ ഗെയിമുകളിൽ ഉള്ള ഗെയിം എഞ്ചിൻ റൂൾസ് പോലെ സിമുലേഷൻ ആണെന്നതിന് തെളിവില്ല. പക്ഷേ തിയറി സപ്പോർട്ട് ചെയ്യുന്നവർ ഇതിനെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയി കാണുന്നു. ക്വാണ്ടം ഫിസിക്സിൽ നിന്നും പൂർണ്ണമായി മനസ്സിലാക്കാത്ത കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചില പാർട്ടിക്കിൾസ് ഒബ്സർവ് ചെയ്യുമ്പോൾ അവരുടെ ബിഹേവിയർ മാറുന്നത് കാണാം. ഇത് സിമുലേഷൻ തിയറിയുടെ പ്രൂഫ് അല്ല. പക്ഷേ ചില ചോദിക്കുന്നു, വീഡിയോ ഗെയിമുകളിൽ പ്ലേയേഴ്സിനെ നോക്കുന്ന ഭാഗം മാത്രം റെൻഡർ ചെയ്യുന്ന പോലെ യൂണിവേഴ്സ് റിസോഴ്സ് സേവ് ചെയ്യുകയാണോ? ഇന്റർനെറ്റിൽ ആയിരക്കണക്കിന് ആളുകൾ ഗ്ലിച്ചസ് ഇൻ റിയാലിറ്റി സ്റ്റോറീസ് ഷെയർ ചെയ്യാറുണ്ട്. ഒരേ ആളെ 2 സ്ഥലത്ത് കണ്ടു, സമയം നഷ്ടപ്പെട്ട പോലെ തോന്നി, വിചിത്രമായ ഒരു സംഭവം അനുഭവപ്പെട്ടു. ഒരു ബ്രെയിൻ്റെ ട്രിക്സ് ആയിരിക്കാം. പക്ഷേ സിമുലേഷൻ തിയറി ബിലീവേഴ്സ് പറയുന്നത് ഇവ സിമുലേഷൻ എറേഴ്സ് ആകാമെന്നാണ്. ഈ തിയറി കേട്ട ശേഷം നിങ്ങൾ ഈ ലോകത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ യഥാർത്ഥ ലോകത്തിലാണോ, ആരോ ക്രിയേറ്റ് ചെയ്ത സിമുലേഷനിലാണോ? കമന്റ് ചെയ്ത് പറയൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.